ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് എൻ്റെ മുമ്പിൽ എത്ര കൊച്ചു കൂട്ടുകാരുണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ പാരൻസ് ആയിരിക്കാം, ചിലപ്പോൾ ആരൊക്കെയാണ് ഉള്ളത് എന്ന് അറിയില്ല. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. വർഷാസ് ഓൺലൈൻ ലേണിംഗ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് തുടങ്ങാം. അതായത് നമ്മുടെ ഓരോ 1 by 1 ആയിട്ട് ഓരോ ക്ലാസ്സായിട്ട് ഇനി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ മലയാളത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് കുട്ടികളുണ്ട്, മലയാളം ചെറിയ പ്രായത്തിൽ തന്നെ അറിയുന്ന കുട്ടികളുമുണ്ട്, ഇപ്പോൾ നന്നായി എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്ന കുട്ടികളുണ്ട്. അതല്ലാതെ മലയാളം അറിയാത്ത കുട്ടികളുണ്ട്. ഇപ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരാവാം. അങ്ങനെയുള്ള പാരൻസിൻ്റെ കുട്ടികൾ ചിലപ്പോൾ അവർക്ക് മലയാളം സബ്ജക്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് മലയാളത്തിൻ്റെ ബേസ് തീരെ ഉണ്ടാവില്ല. അവർക്ക് ഈവൻ അക്ഷരങ്ങൾ പോലും എഴുതാനും ചില വാക്കുകൾ ഉച്ചരിക്കാനും പറയാനും ഒക്കെ ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് മലയാളത്തിൻ്റെ ബേസ് കൊടുക്കുക, അതായത് ബേസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ മലയാളം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് മലയാളം ക്ലാസ്സിൽ തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഒന്നുകൂടി. ഇപ്പോൾ ഇത് കേൾക്കുന്ന എത്ര കുട്ടികളുണ്ടെന്നോ അവരുടെ പാരൻസ് ആണെന്നോ ഒന്നും ഒരു ഐഡിയയുമില്ല. എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് മലയാളം ക്ലാസ്സിൽ തന്നെ തുടങ്ങാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള ഭാഷ എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് പ്രാധാന്യം ഉണ്ട്. പ്രാധാന്യം ഇല്ലാതെ ഒന്നുമില്ല. മറ്റുള്ള ഭാഷകൾ പോലെ തന്നെ നമുക്ക് മലയാള ഭാഷയും പഠിക്കേണ്ടതുണ്ട്. അപ്പം ഭാവിയിൽ നമുക്ക് ഏത് ഭാഷയാണ് ഉപകരിക്കുക, അതായത് എല്ലാ ഭാഷയും ഒരുപോലെ തന്നെയാണ്. അപ്പം ഒന്നിനെയും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. അതായത് ഭാവിയിൽ എല്ലാ ഭാഷകളും നമുക്ക് ഉപയോഗപ്രദമാവും, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമാവുന്നതാണ്. അപ്പം ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോൾ മലയാളം അറിയാത്തതായിട്ടും എഴുതാനറിയാത്തവർ, പറയാൻ നന്നായിട്ട് സംസാരിക്കും, ചിലപ്പോൾ എഴുതാനറിയില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയുള്ള കുട്ടികളുണ്ട്. എൻ്റെ 1-2 ഫ്രണ്ട്സ്, പാരൻ്റായിട്ടുള്ള 1-2 ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്, മലയാളം അറിയില്ല, എഴുതാനറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അറിഞ്ഞിരിക്കണം, നിങ്ങൾ എന്തായാലും എഴുതാനും വായിക്കാനും പറയാനും ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്തിലേക്ക് കിടക്കാം, മലയാളം പഠിക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ എങ്ങനെയാണ് തുടങ്ങുന്നത്, അക്ഷരങ്ങൾ. ഇപ്പോൾ ഇംഗ്ലീഷ് ആയാലും ആൽഫബറ്റ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ മലയാളത്തിൽ മൊത്തത്തിൽ 51 അക്ഷരങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം സ്വരാക്ഷരങ്ങളിൽ തന്നെ തുടങ്ങാം. അതായത് സ്വരാക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ ഞാൻ ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ കുഞ്ഞു മക്കൾ, അതായത് ആദ്യമായിട്ട് അക്ഷര ലോകത്തേക്ക് വരുന്ന കുഞ്ഞു മക്കളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ഇപ്പം ഞാൻ വലിയ വാക്കുകളൊക്കെ എഴുതുമ്പം പേടിക്കേണ്ട, നമ്മളിപ്പം ആദ്യം അക്ഷരങ്ങൾ ബേസ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വാക്യങ്ങളിലേക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ബേസായിട്ട് വേണ്ടത് സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും ഒരു സംശയവും കൂടാതെ എഴുതാനും വായിക്കാനും പഠിക്കുക എന്നുള്ളതാണ്. വളരെ ഈസിയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഒരു 2 ലൈൻ കോപ്പി എന്തായാലും വേണം. 2 ലൈൻഡ് ആയിട്ടുള്ള ഒരു നോട്ട്ബുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ വേണം. കുഞ്ഞു മക്കളാണെങ്കിൽ പെൻസിൽ വെച്ച് നമുക്ക് തുടങ്ങാം. എന്നാൽ നമുക്ക് എന്തായാലും മായ്ച്ച് എഴുതേണ്ടി വരും, ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരുന്നത് കാരണം. അപ്പോൾ നമ്മൾ സ്വരാക്ഷരങ്ങളിൽ ആദ്യം പഠിക്കുന്ന, അതായത് എല്ലാ കുഞ്ഞു മക്കൾക്കും അറിയാം, നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീണ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഉച്ചരിക്കുന്ന വാക്ക് ഏതാണ്? അമ്മ എന്ന് തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ ആയാണ് ആദ്യത്തെ സ്വരാക്ഷരം. അപ്പോൾ വെച്ച് തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മുടെ 2 ലൈൻ കോപ്പിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതായത് ഞാനിപ്പം ഇങ്ങനെ, നിങ്ങളുടെ കോപ്പി ഇങ്ങനെയായിരിക്കും, കുഞ്ഞു ലൈൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ, അതായത് കുറച്ചും കൂടെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, വ്യക്തമായിട്ട് കാണാം, എല്ലാ മക്കൾക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 ലൈൻ കുറച്ചും കൂടെ വലുതായിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്നുള്ള അക്ഷരം എഴുതാം അല്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് എഴുതുന്നത്, എല്ലാവരും ശ്രദ്ധിക്കണം. ആദ്യം ഇങ്ങനെ എഴുതി, ഇങ്ങനെ ഇവിടെ മുട്ടിച്ച്, ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ഓക്കെ. ആദ്യം എന്ത് ചെയ്തു, നമ്മൾ താഴെ
താഴ്ന്ന് തുടങ്ങി മുകളിലേക്ക് കൊണ്ടുവന്ന് വളച്ചു കൊണ്ടുവന്നതാ മുകളിൽ മുട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 3 എഴുതുന്ന പോലെ 3 എഴുതുന്ന പോലെ ചെയ്യാം. എന്നിട്ട് വീണ്ടും താഴ്ന്ന് മുകളിലോട്ട് പോവാം. ഇതാ മുകളിൽ വീണ്ടും മുട്ടിച്ചിട്ടുണ്ട്, താഴോട്ട് വന്ന് ഒന്ന് മുട്ടിച്ചിട്ടുണ്ട്, വീണ്ടും മുകളിലോട്ട് പോവാം. ഓക്കെ, ഇതാ ഉള്ളിൽ കൂട്ടാം. ഓക്കെ, ഇതാണ് ആ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 ലൈൻ കോപ്പി വാങ്ങിയിട്ടാകുമ്പോൾ നമ്മൾ ആ ആ ആ ഒരു 4 ടൈംസ് ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളൊരു 4 ടൈംസ് ഫസ്റ്റ് ലൈനിൽ എഴുതുക. പിന്നെ അതിൻ്റെ താഴെ 2 ലൈൻ അങ്ങനെ ഒരു ഉണ്ടാവുമല്ലോ പേജിൽ. അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ റിപ്പീറ്റേഷൻ ചെയ്യാം. അപ്പോൾ റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു പേജ് റിപ്പീറ്റേഷൻ ചെയ്യാം. അതിനുശേഷം വീണ്ടും അടുത്തൊരു പേജ് കൂടി ആ എന്ന് റിപ്പീറ്റേഷൻ ചെയ്യാം. ഇപ്പം വീണ്ടും കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം എങ്ങനെയാണ് ആ എന്ന് എഴുതേണ്ടതെന്ന്. കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി എഴുതാം. അതായത് താഴെ നിന്ന് നമ്മൾ തുടങ്ങി മുകളിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഇതാ ഉള്ളിലൂടെ വന്ന് ഇങ്ങനെ 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 ആ. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് ആ എഴുതുന്നത്. നമ്മൾ 2 ലൈൻ കോപ്പിയിൽ ഇതാ ഇതാണ് ആ. ഇങ്ങനെയാണ് ആ എഴുതുന്നത്. നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ തുടങ്ങി മുകളിലോട്ട് കൊണ്ടുവന്ന് ടച്ച് ചെയ്തു മുകളിലത്തെ ലൈനിൽ, പിന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് മുകളിലേക്ക് വന്ന് വീണ്ടും താഴോട്ട് ടച്ച് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോയി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതാണ് എന്ത് ആ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ആ എങ്ങനെയാണ് എഴുതുന്നതെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം. ഇതാ ഞാൻ വീണ്ടും ഒന്നുകൂടി ഇത് മായ്ച്ചിട്ട് ഒന്നുകൂടെ എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിപ്പോൾ 2 ലൈൻ കോപ്പി ഉണ്ടെങ്കിൽ എല്ലാവരും 2 ലൈൻ കോപ്പി വാങ്ങി വെക്കണം, അത് നിർബന്ധമാണ്. അപ്പം നമ്മളിതാ താഴത്തെ ലൈനിൽ ടച്ച് ചെയ്തിട്ട് ഇതാ മുകളിൽ ടച്ച് ചെയ്തു, പിന്നെ 3 എഴുതുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം ആ എഴുതിയല്ലോ, ആ എഴുതി ഉള്ളിൽ കൂട്ടിയിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് വാല് പുറത്തേക്ക് വലിച്ചിടുന്നു. ഇതാ വാല് കുറച്ച് വാലിന് നീളം കൂടുതലാണ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, മറ്റേ ആദ്യത്തെ ആയുമായിട്ട് അത്രയേ ഉള്ളൂ വ്യത്യാസം. ആദ്യം താഴെ നിന്ന് ടച്ച് ചെയ്ത് മുകളിലോട്ട് പോയി 3 എന്നെഴുതി, പിന്നെ മുകളിലോട്ട് കൊണ്ടുവന്നതാ ഇങ്ങനെ ഇങ്ങനെ പുറത്തോട്ട് വാല് വലിച്ചു വെച്ചു. ഇതാണ് ആ. ആ പഠിച്ചു. ഇനി അടുത്ത നമുക്ക് ഇ. എങ്ങനെയാണ് ഇ എഴുതുക? എന്താണ് 2 ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇ എഴുതാം. ഇ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഉള്ളിലിങ്ങനെ കൂട്ടി ഇതാത് മുകളിലോട്ട് വന്ന് മുകളിൽ ടച്ച് ചെയ്തു, താഴോട്ട് വന്നു ഇങ്ങനെ ഇ. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതണം. താഴത്തെ ഈ താഴത്തെ ലൈനിൻ്റെ താഴേക്ക് പോകാൻ പാടില്ല, ഈ ലൈനിൻ്റെ താഴേക്ക് പോകരുത്, ഇതിൻ്റെ അകത്ത് തന്നെ വരണം. ഇ എഴുതുക. ഇങ്ങനെയാണ് ഇ എഴുതുന്നത്. ഓക്കെ, എങ്ങനെയാണ്? ഇങ്ങനെ ഉള്ളിൽ കൂട്ടുക ആദ്യം, എന്നിട്ട് ഇങ്ങനെ എഴുതി ഇങ്ങനെയാണ് ഇ. ഓക്കെ, എങ്ങനെയാണ് ഇ എഴുതുന്നത്? ഇ എളുപ്പമാണല്ലോ. ആ എന്നുള്ള അക്ഷരത്തെക്കാളും കുറച്ച് എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇ. ഓക്കെ, ഇതാണ് ഇ. ഇയിൽ തുടങ്ങുന്നൊരു വാക്ക് പറയൂ. ഇല, ഇമ, ഇഞ്ചി, അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇ എന്ന് പറയുന്ന അക്ഷരം മാത്രം നമ്മൾ മൈൻഡിലേക്ക് എടുക്കാം. ഓക്കെ, ആ പഠിച്ചു, ഈ പഠിച്ചു. ഈക്ക് ശേഷം ഇനി അടുത്തത് എന്താ? ഈ. എങ്ങനെയാണ് ഈ എഴുതുന്നത്? ഈ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം ഈൻ്റെ കൂടെ ഈ ഒരു ചിഹ്നം ഇടുക. അതായത് ഈ ഒരു ചിഹ്നം കൂടി ഇട്ടാൽ അതെന്തായി? ഈന്നായി അല്ലേ. എന്താ ഈ. ഇപ്പം ഈന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തതാണ് ആ ഈ. ഇനി അടുത്തത് ഉ ആണ് കേട്ടോ. അടുത്തത് ഉ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതി ഇങ്ങനെ. ഓക്കെ, എങ്ങനെയാണ് ഉ എഴുതുന്നത്? ഇങ്ങനെ എഴുതി ഇങ്ങനെ. ഓക്കെ, ഉ. ആ ഈ ഉ. ഇത് നമുക്ക് 5 സ്വരാക്ഷരങ്ങൾ പഠിക്കാം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച 5 സ്വരാക്ഷരങ്ങൾ ഒന്നുകൂടെ എഴുതി നോക്കിയാലോ? ഓക്കെ, ആദ്യം നമുക്ക് ആ എഴുതാം അല്ലേ.
ഇതാണ് ആ. ഓക്കെ, ഇനി ആ എഴുതാം. ഇനി ഇതിൻ്റെ താഴെ എഴുതാം കേട്ടോ. ഇത് താഴെ എഴുതാം, ഈ എഴുതാം. ഈ ഈ ഈ. ഓക്കെ, ഇനി അടുത്തൊരു അക്ഷരം നമ്മൾ പഠിച്ചത് എന്താ? അഞ്ചാമത്തെ അക്ഷരം നമ്മൾ ഏതാ പഠിച്ചത്? ഉ അല്ലേ? ഉ. ഓക്കെ, ഇങ്ങനെയാണ് ഉ എഴുതുന്നത്. ഇങ്ങനെ എഴുതി ഇങ്ങനെ ഉ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ 5 സ്വരാക്ഷരങ്ങൾ ഇന്ന് പറയാനും നന്നായിട്ട് എഴുതാനും പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി, എങ്ങനെയാണ് എഴുതുന്നത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിച്ചോട്ടെ. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻ, ഞാൻ പറഞ്ഞു തരുന്നതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ, ഞാൻ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട്, കുഞ്ഞുമക്കളെല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള സ്വരാക്ഷരങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, ബൈ, സീ യു.